ഡിയേഴ്സ്, ഇറ്റ്സ് മീ മൂസിൻ ഫ്രം എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചാലോ? ഇവിടെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഈ രണ്ട് ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് വേഗം പഠിക്കട്ടെ മക്കളെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയും. അതിൽ നമുക്ക് ആദ്യം അറിയാമല്ലോ മക്കളെ, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എങ്ങനെ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? ഒരു സീക്വൻസ് തന്നെ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി. അങ്ങനെയാണ് മക്കളെ 10, 18, 26 എക്സെട്ര പറഞ്ഞ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കാര്യം നമുക്കറിയാം മക്കളെ. ഡി സി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? നമ്മൾ സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം കൊടുക്കുക. അതായത് 18 മൈനസ് 10 നമുക്ക് എത്ര കിട്ടും മക്കളെ? 8 എന്ന് ആൻസർ കിട്ടും. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര കിട്ടി? 8 എന്നിട്ട് എന്താ ചെയ്ത് നമ്മൾ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കൊടുത്തു. അപ്പോൾ ഒരു സീക്വൻസ്, ഒരു ശ്രേണി തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, രണ്ടാം പദത്തിൽ ഒന്നാം പദം കുറച്ചാൽ മതി. അങ്ങനെയാണ് 19, 16, 13 എക്സെട്ര. ഇതിൻ്റെ എത്ര കാര്യം മക്കളെ? എന്താ ചെയ്യുക? സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം കൊടുക്കുക. അതായത് ഡി സി ഈക്വൽ ടു 16 മൈനസ് 19. എത്ര മക്കളെ? 16 മൈനസ് 19. 16 ചെറിയ സംഖ്യ അല്ലേ, 19 വലിയ സംഖ്യയാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. 19 നിന്ന് 16 കുറച്ച്, അവിടെ 16 പ്ലസ് ആണ്. പ്ലസ് മൈനസ് വന്നാൽ ഡിഫറൻസ് സൈൻ അല്ലേ. ഡിഫറൻസ് സൈൻ വന്നാൽ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ഇട്ട് കൊടുക്കും. അപ്പോൾ 19 16 കുറച്ചാൽ 3, ചിഹ്നം വലുതിൻ്റെ ഇനി ഏതാണ്? മൈനസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടും മക്കളെ? -3 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡാണ്. എങ്ങനെ തരികയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ്, അടുത്തടുത്ത പദങ്ങൾ, അല്ലെങ്കിൽ എന്ത് സമാന്തര ശ്രേണി തരികയാണെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ x2 മൈനസ് x1 പറ്റിയ അല്ല, അടുത്തടുത്ത ടേമിൽ നിന്ന് ഏതും കൊടുക്കാം. x3 മൈനസ് x2 ചെയ്യാം, x4 മൈനസ് x3 ചെയ്യാം, x5 മൈനസ് x4 ചെയ്യാം. എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കിട്ടും കേട്ടോ. അടുത്തത് മക്കളെ, നമുക്ക് 4-ാം പദം 16 എന്നും 12-ാം പദം 48 തന്നിക്കണം. ഇനി നമ്മളോട് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഇക്വേഷൻ ഡി സി ഈക്വൽ ടു, അടുത്തടുത്ത പദങ്ങൾ തന്നിട്ടില്ലെങ്കിൽ, കോൺസിക്യൂട്ടീവ് ടേംസ് തന്നില്ലെങ്കിൽ കാണാൻ ഇക്വേഷനാണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ പദവ്യത്യാസം പറഞ്ഞാൽ മക്കളെ ഈ ടേംസ് തമ്മിൽ കൊടുക്കുക. അതായത് വലുതിന്ന് ചെറുത് കുറച്ചാൽ മതി കേട്ടോ. 48 മൈനസ് 16 ഡിവൈഡഡ് ബൈ പൊസിഷന് പറഞ്ഞത് എത്രാമത്തെ സ്ഥാനം? 12 അല്ലേ. 12 മറ്റേ 4. അപ്പം എന്ത് വരും? 12 മൈനസ് 4. എത്ര മക്കളെ? 48 നിന്ന് 16 കുറച്ചാൽ നമുക്ക് 32 എന്ന് കിട്ടും. 32 ഡിവൈഡഡ് ബൈ 12 4 കുറച്ചാൽ നമുക്ക് 8 എന്ന് കിട്ടും. ഈസിക്കൽ എത്ര കിട്ടും മക്കളെ? 32/8 പറഞ്ഞാൽ 4 കിട്ടും. ഈ രീതിയിൽ വേണം നമ്മൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ. അടുത്ത മക്കളെ, അടുത്ത നമുക്ക് nth ടേം, n-ാം പദം, ഏതെങ്കിലും ഒരു പദം കണ്ടുപിടിക്കാം മക്കളെ. നമുക്കൊരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി വന്നിട്ട് ഏതെങ്കിലും ഒരു പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കാണാൻ ഇക്വേഷനാണ് xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 × d. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ 10-ാമത്തെ ടേം 4, 10, 16 എക്സെട്ര പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ 10-ാം പദം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയുള്ളൂ മക്കളെ? 1-ാം പദത്തിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടിയാൽ 2-ാം പദം കിട്ടും. 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 3-ാം പദം കിട്ടും. 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 4-ാം പദം കിട്ടും. അപ്പോൾ 10-ാം പദം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ, 1-ാം പദത്തിൻ്റെ കൂടെ ഒന്നുകൂടി എത്ര കൂട്ടിയാലും 10 കിട്ടുക? 9 അല്ലേ. അപ്പോൾ 9 പൊതുവ്യത്യാസം കൂട്ടുക. എന്ത് ചെയ്യേണ്ടത്? 1-ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10-ാമത്തെ ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ 1-ാമത്തെ ടേം ആദ്യ പദം, ഫസ്റ്റ് ടേം നമുക്ക് 4 അറിയാം, പ്ലസ് 9 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര മക്കളെ? 10 മൈനസ് 4 അറിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. ഈസിക്കൽ ടു 4 പ്ലസ് 9 ഇൻറ്റു 6 അറിഞ്ഞാൽ 54 ഈസിക്കൽ ടു എത്ര കിട്ടും? നമുക്ക് 58 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? നമുക്ക് 58. ഇതേപോലെ വേണം ഏത് ടേം, ഏത് പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈ രീതി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ 20, 18, 16 എക്സെട്ര ഈ സമാന്തര ശ്രേണിയുടെ എന്ത് കാണാൻ പറഞ്ഞു നമ്മളോട്? 15-ാം പദം കാണാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ 15-ാം പദം കാണണമെങ്കിൽ 1-ാം പദത്തിൻ്റെ കൂടെ ഒന്നുകൂടി എത്ര കൂട്ടിയാലും 15 കിട്ടുക? 14 അല്ല. അപ്പോൾ 14 കോമൺ ഡിഫറൻസ്, 14 പൊതുവ്യത്യാസം കൂട്ടുക. അങ്ങനെയാണെങ്കിൽ മക്കളെ 1-ാം പദം ഇവിടെ 20 ആണ്, പ്ലസ് 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര മക്കളെ? 18 മൈനസ് 20. 18 നിന്ന് 20 കുറച്ച് എത്ര വരിക? -2 വരിക. 14 ഇൻറ്റു -2 വരും. ഈസിക്കൽ ടു 20 പ്ലസ് 14 ഇൻറ്റു -2. പ്ലസും മൈനസും കുടിച്ചാൽ അത് മൈനസ് ആവും. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? മൈനസ് ആവും. 14 ഇൻറ്റു 2 പറഞ്ഞാൽ നമുക്ക് 28 എന്ന് കിട്ടും. 28. അങ്ങനെയാണെങ്കിൽ മക്കളെ 20 മൈനസ് 28 പറഞ്ഞാൽ 28 നിന്ന് 20 കുറച്ചാൽ നമുക്കറിയാം 8 ആണ്. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -8 എന്ന് കിട്ടി. 20 മൈനസ് 28 എത്ര കിട്ടി? -8. ഇതേപോലെ നമുക്ക് ഏത് ടേമും ഇതേപോലെ കണ്ടുപിടിക്കാൻ കഴിയണ്ട മക്കളെ. അങ്ങനെയാണെങ്കിൽ കേട്ടോ
അടുത്ത് നമുക്ക് ഒരു പദമാണോ ചോദിക്കാൻ ഒരു ടേം തന്നിട്ട് ഇത് ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യം ഈ സീക്വൻസ് 7, 12, 17 എക്സെട്ര അല്ലേ, ഈ സമാന്തര ശ്രേണിയിൽ 88 പദമാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഇവിടെ പൊതുവ്യത്യാസം എത്ര നമ്മളെ 12 7 ഉടച്ചാൽ നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. അതായത് ഞാൻ 7 തന്നെ എടുക്കുകയാണ്. 5 7 7 5 എത്ര കേട്ടോ മക്കളെ, ഒരു വട്ടം 1 × 5 5 ശിഷ്ടം എത്രയാണ് 2. റിമൈൻഡർ 2 കിട്ടിയില്ല, ശിഷ്ടം 2 കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക തന്ന ടേമിനെ. ഓക്കെ, ഇപ്പോൾ ആദ്യം ഏതാ ചെയ്യേണ്ട പൊതുവ്യത്യാസം കൊണ്ട് എന്തുകൊണ്ട് ഹരിക്കുക, ഏതെങ്കിലും ഒരു പദം ഈ സീക്വൻസിൽ ഈ ശ്രേണിയിൽ ഏതെങ്കിലും ഒരു പദത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശിഷ്ടം കിട്ടൂലേ. ഇനി നമുക്ക് ഫസ്റ്റ് ചോദിച്ചത് 88 പദമാണല്ലോ ചോദിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 88നെ 5 കൊണ്ട് ഹരിക്കുക. 8ൽ 5 ഒരു വട്ടം 1 × 5 5 ശിഷ്ടം 3 എന്ന് വരും, 3ൽ പോകില്ല. 38ൽ 5 എത്ര വട്ടം മക്കളെ, 38ൽ 5 7 വട്ടം 7 × 5 35 എന്ന് വരും. ശിഷ്ടം എത്രയാണ് 3. ഇത് ശിഷ്ടം തുല്യമാണോ മക്കളെ, ശിഷ്ടം തുല്യമല്ലല്ലോ. നമുക്ക് ഈ സീക്വൻസിലെ ഏത് ടേംസിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ശ്രേണിയിൽ ഏത് പദത്തിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടണം. നിങ്ങൾ നോക്ക്, 12നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടും, 17നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടും. അപ്പോൾ ശിഷ്ടം 2 വരികയാണെങ്കിൽ ഈ സീക്വൻസിലെ ടേം ആണ്, അല്ലെങ്കിൽ പദമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ടത് റിമൈൻഡർ ഈസ് നോട്ട് സെയിം. ശിഷ്ടം എന്തല്ല മക്കളെ, റിമൈൻഡർ ഈസ് നോട്ട് സെയിം, ശിഷ്ടം തുല്യമല്ല. therefore ഏതാണ് 88 നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയിൽ എന്തല്ല മക്കളെ, പദമല്ല എന്ന് വേണം നിങ്ങൾ എഴുതി വെക്കാൻ കേട്ടോ മക്കളെ. ശിഷ്ടം തുല്യമല്ല, അതുകൊണ്ട് 88 ഈ ശ്രേണിയിൽ പദമല്ല. അടുത്ത നമുക്ക് 66 പദമാണോ നോക്കാൻ എന്താ ചെയ്യുക, 66നെ 67നെ 5 കൊണ്ട് ഹരിക്കുക. 6ൽ 5 ഒരു വട്ടം 1 × 5 5 ശിഷ്ടം 1. 17ൽ 5 എത്ര കേട്ടോ മക്കളെ, 3 വട്ടം 3 × 5 15 ശിഷ്ടം എത്രയാടാ 2 അല്ലേ. ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 67 ശ്രേണിയിൽ എന്താണ്, പദമാണ്, കാരണം ശിഷ്ടം തുല്യമാണ്. റിമൈൻഡർ ഈസ് സെയിം, therefore 67 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 67 എന്താണ്, ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ഇങ്ങനെ വേണം നമുക്ക് പദമാണോ ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അടുത്തത് മക്കളെ ശ്രദ്ധിച്ചോ, നമുക്ക് ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യ പദവും വേറെ ഏതെങ്കിലും പദവും കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പം നമ്മളതിൽ 4-ാം പദം 19ഉം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 2 എഴുതിക്കോ. നിങ്ങളോട് 1-ാം പദം കാണാൻ പറയാണ്. അങ്ങനെയാണ് മക്കളെ, 4-ാം പദത്തിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കുറച്ചാലും 1-ാം പദം കിട്ടുക. 4-ാം പദത്തിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ 3-ാം പദം, 2 പൊതുവ്യത്യാസം കുറച്ചാൽ 2-ാം പദം, 3 പൊതുവ്യത്യാസം കുറച്ചാൽ എത്ര കിട്ടും, 1-ാം പദം കിട്ടും. അപ്പം 4-ാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 1-ാം പദം കിട്ടും. ഇത്ര നോക്കണ്ടേ, 4-ന് എന്ത് കുറച്ചാലോ 1 കിട്ടുക, 4-ന് 3 കുറച്ചാലല്ലോ 1 കിട്ടുക. അങ്ങനെ നമുക്ക് 4-ാം പദം ഇവിടെ 19 തന്നിട്ടുണ്ട്. -3 × പൊതുവ്യത്യാസം എത്രയാണ് 2 തന്നിട്ടുണ്ട്. അപ്പം എന്ത് വരും, 19 - 6 നമുക്ക് എത്ര കിട്ടും, 13 ആൻസർ കിട്ടും. ഈ രീതിയിൽ വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10-ാം പദം കാണാൻ പറഞ്ഞാലോ, 2 രീതിയിൽ ചെയ്യാം. 1-ാം പദത്തിൻ്റെ കൂടെ 9 പൊതുവ്യത്യാസം കൂട്ടാം, 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 4-ാം പദമല്ലേ, 4-ാം പദത്തിൻ്റെ കൂടെ 4 കൂടി എത്ര കൂട്ടിയാലും നമുക്ക് 10 കിട്ടുക, 4 കൂടി എത്ര ആഡ് ചെയ്താലും 10 കിട്ടുക, 4 കൂടി 6 കൂട്ടിയാലല്ലേ നമുക്ക് 10 കിട്ടുക. അപ്പം 4 കൂടി 6 പൊതുവ്യത്യാസം കൂട്ടുക. 4-ാം പദത്തിൻ്റെ കൂടെ 6 പൊതുവ്യത്യാസം കൂട്ടി എന്ത് കിട്ടും, 10-ാം പദം കിട്ടും. 4-ാം പദത്തിൻ്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടി 5-ാം പദം, 2 കൂട്ടി 6, 3 കൂട്ടി 7, 4 കൂട്ടി 8, 5 കൂട്ടി 9, 6 കൂട്ടി 10. അങ്ങനെ നമുക്ക് 4-ാം പദം എത്ര കിട്ടിക്കണം, 19 അല്ലേ. പ്ലസ് 6 × പൊതുവ്യത്യാസം നമുക്കറിയാം 2 ആണ്. ഈക്വൽ ടു 19 + 18 ഈക്വൽ നമുക്ക് എത്ര കിട്ടും, 30. 6 × 2 12 അല്ലേ, സോറി മക്കളെ, 6 × 2 അല്ലേ. ഓക്കെ, അപ്പോൾ 19 + 6 × 2 പറഞ്ഞാൽ നമുക്കറിയാം 12 ആണ്. 19 + 12 എത്ര മക്കളെ, 19ഉം 12ഉം കൂട്ടിയാൽ 31 ആൻസർ കിട്ടും. എത്ര കിട്ടും നമുക്ക്, 31 ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളിത് ആൻസർ ചെയ്യാൻ. അതേപോലെ നമുക്ക് നോക്ക്, 20-ാം പദം 100 തന്നിക്കണു, പൊതുവ്യത്യാസം 5. എങ്ങനെ ആദ്യ പദം കണ്ടുപിടിക്കുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്, 20-ാം പദത്തിൽ നിന്ന് 19 പൊതുവ്യത്യാസം കുറയ്ക്കുക. എന്താ ചെയ്യുക, 20-ാം പദത്തിൽ നിന്ന് 19 കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അത് നോക്കടാ, 20-ാം പദം നമുക്ക് 100 അറിയാം, -19 × പൊതുവ്യത്യാസം എത്രയാടാ 5 ആണ്. ഈക്വൽ ടു 100 - 19 × 5 പറഞ്ഞാൽ 10 × 5 50, 9 × 5 45. അപ്പോൾ നമുക്ക് 95 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര വരും, 5 എന്ന് കിട്ടും. പൊതുവ്യത്യാസമല്ല, ആദ്യ പദം നമുക്ക് എത്ര കിട്ടി, 5 എന്നിട്ട് എന്താ ചെയ്ത് നമ്മൾ 20-ാം പദത്തിൽ നിന്ന് 19 കോമൺ ഡിഫറൻസ് കുറച്ചു. അടുത്ത 10-ാം പദം കാണണമെങ്കിലോ,
20ാം പദത്തിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാലേ പൊതു വ്യത്യാസം കുറച്ചാലേ 10ാം പദം കിട്ടുക? 20ൽ നിന്ന് എത്ര കുറച്ചാലേ 10 കിട്ടുക? 10 കുറച്ചാലല്ലേ. അപ്പോൾ നമ്മൾ 10 കോമൺ ഡിഫറൻസ് കൊടുക്കണം, 10 പൊതു വ്യത്യാസം കൊടുക്കണം. അങ്ങനെയാണ് 20ാം പദം നമുക്കറിയാം 100 മൈനസ് 10 ഇൻറ്റു പൊതു വ്യത്യാസം 5 ഈസിക്കൽ എന്ത് വരും? 100 മൈനസ് 50 ഈസിക്കൽ നമുക്ക് 50 ആൻസർ കിട്ടും. എത്ര കിട്ടും? 50 ആൻസർ കിട്ടും. അതേപോലെ നമുക്ക് 30ാം പദം കാണണം. 30ാം പദം കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ 20ാം പദം ഉണ്ട്. 20ാം പദത്തിൻ്റെ കൂടെ എത്ര പൊതു വ്യത്യാസം കൂട്ടേണ്ടി വരും? 20ൽ നിന്ന് 30 കിട്ടാൻ എത്ര വേണ്ടത്? 10 അല്ലേ. അപ്പോൾ 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 100 പ്ലസ് എത്ര വരും? 10 ഇൻറ്റു പൊതു വ്യത്യാസം 5 അല്ലേ ഈസിക്കൽ ടു 100 പ്ലസ് 50 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കാൻ മക്കളെ. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒരു പദവും പൊതു വ്യത്യാസം ഒരു ടേമും കോമൺ ഡിഫറൻസും കിട്ടി ഇതേപോലെ ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക് കേട്ടോ മക്കളെ. അങ്ങനെയാണ് കേട്ടോ. അടുത്തത് സമ്മ് എന്താണ്? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിന് തുക സമം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, അതായത് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഓക്കെ, തുക എന്താണെങ്കിൽ ഒറ്റ സംഖ്യയുടെ തുക ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇതിന്ന് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ കഴിയും. മിഡിൽ ടേം മധ്യപദം കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ പദങ്ങളുടെ എണ്ണം. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 84. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 84 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് ഫോർത്ത് ടേം, 4ാം പദം എത്രയെന്ന് ചോദിക്കും. അങ്ങനെയാണ് മക്കളെ 7 പദങ്ങളുടെ തുക പറഞ്ഞാൽ അതിനൊരു മധ്യപദം ഉണ്ടാവും. ഒറ്റ സംഖ്യയുടെ എന്തുണ്ടാവും? ഒരു മധ്യപദം, മിഡിൽ ടേം ഉണ്ടാവും. 7 പദങ്ങളുടെ മധ്യപദം എത്രയാണ്? എത്ര ഉള്ളൂ മക്കളെ? 7 കൂടി 1 കൂട്ടുക 8, അതിൻ്റെ പകുതി എടുക്കുക. ഏത് പദത്തിൻ്റെ മധ്യപദം ഏതാ കാണാതെ എന്ത് ചെയ്താൽ മതി? 7 കൂടി 1 കൂട്ടുക ഡിവൈഡ് ബൈ 2. അപ്പോൾ 7 കൂടി 1 കൂട്ടി എത്ര വരും? 8, 8ൻ്റെ പകുതി 4. അപ്പോൾ 4ാം പദാക്കാൻ എന്ത്? മിഡിൽ ടേം മധ്യപദം വരിക. അപ്പോൾ മിഡിൽ ടേം ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ പദങ്ങളുടെ എണ്ണം. നമുക്ക് സം എത്ര തന്നിക്കണേ? 84 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്ര പദങ്ങളാണ്? 7 പദങ്ങളാണ്. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 12 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓരോ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ തന്നു കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ നമുക്ക് അതിന് മധ്യപദം കണ്ടുപിടിക്കാൻ കഴിയും. മധ്യപദം എത്രാമത്തെ പദമാണ് ഇങ്ങനെ കണ്ടുപിടിക്കുക? 7 ആണെങ്കിൽ 7 കൂടി 1 കൂട്ടുക ബൈ 2, 11 ആണെങ്കിൽ 11 കൂടി 1 കൂട്ടുക ബൈ 2, അപ്പോൾ 16, 12 ബൈ 2 6 കിട്ടും. ഈ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കിട്ടും. അതേപോലെ മക്കളെ സം എന്താണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് അതിന് സം കാണാൻ ഇക്വേഷൻ സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്. അതായത് മക്കളെ ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. 6 ടേംസ് അല്ലെങ്കിൽ 10 ടേംസ് ഒക്കെ ആണെങ്കിൽ മധ്യപദം ഉണ്ടാവില്ല, അതിൽ ഒരു ജോഡികളായിട്ടാക്കണം. അപ്പോൾ സം കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർസ്, ഒരു ജോഡിയുടെ തുക ഇൻറ്റു ജോഡികളുടെ എണ്ണം. അതിന് നമുക്ക് സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ്, അതായത് ഒരു ജോഡിയുടെ തുക സമം തുക ബൈ ജോഡികളുടെ എണ്ണം. അങ്ങനെയാണ് മക്കളെ നമ്മളെ ക്വസ്റ്റ്യൻ ഇതേപോലെ വരിക. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 90. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 90. നമ്മളോട് ആദ്യ പദം 6ാം പദം കൂട്ടിയാൽ എത്രയെന്ന് ചോദിച്ചത്. അപ്പോൾ മക്കളെ 6 പദങ്ങളുടെ തുക പറഞ്ഞാൽ 90 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഇരട്ട സംഖ്യയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. 6 ടേംസ് ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് അതിന് ഒരു ജോഡിയുടെ തുക കാണാൻ പറയും. എപ്പോഴും മക്കളെ ഒരു പേര് പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെ ഒരു ജോഡിയാക്കണം. എപ്പോഴും ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഒരു പേരാക്കണം. 6 ടേംസ് ആണെങ്കിൽ ഫസ്റ്റ് ജോഡി പറഞ്ഞാൽ 1ാമത്തെ 6ാമത്തെ ആക്കണം. 10 ടേംസിന് ഒരു ജോഡി എത്താക്കണം 1ാമത്തെയും 10ാമത്തെയും. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ്. എപ്പോഴും ഒരു ജോഡി ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഒരു ജോഡിയാക്കണം. അതല്ലേ നമ്മളോട് x1 + x6 പറഞ്ഞതിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം? നമുക്ക് ഇതൊക്കെ ഒരു ജോഡിയാണ്, ഒരു പെയറാണ് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 1 പെയർ, ഒരു ജോഡിയുടെ തുക ആണ് ലൊക്കേഷൻ എന്താ? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ്, തുക ബൈ ജോഡികളുടെ എണ്ണം. നമുക്ക് സം ഇവിടെ എത്ര തന്നിക്കണേ? 90 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണോ? പദങ്ങളുടെ എണ്ണ അല്ല, നമ്പർ ഓഫ് പെയർസ്, ജോഡികളുടെ എണ്ണം. 6 പദങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ജോഡികളുണ്ടാവും മക്കളെ? അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. 6 ഉണ്ടെങ്കിൽ 3 ജോഡികൾ, 10 ഉണ്ടെങ്കിൽ 5 ജോഡികൾ, 14 ഉണ്ടെങ്കിൽ 7 ജോഡികൾ. അപ്പോൾ 6 ടേംസ് ആണെങ്കിൽ അതിൽ 3 ജോഡികൾ ഉണ്ടാവും. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും? 90/3 പറഞ്ഞാൽ 30 എന്ന് ആൻസർ കിട്ടും. അതായത് x1 ഉം x6 ഉം കൂട്ടിയാൽ 30 ആണ് മക്കളെ. ഇനി നമ്മളോട് ചോദിച്ചത് x2 + x5 ആ. x2 x5 കൂട്ടി എത്ര? ഞാൻ ഇതിൽ പറഞ്ഞു ഇതിൽ എത്ര ജോഡികൾ ഉണ്ടാവും മക്കളെ? 6 ടേംസ് ഉണ്ടെങ്കിൽ 3 ജോഡികൾ ഉണ്ടാവും. ഫസ്റ്റത്തെ ജോഡി പറഞ്ഞാൽ നമുക്കറിയാം x1 + x6 ആണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കുക x2 എടുക്കുകയാണെങ്കിൽ എന്താ വരിക? x2 + x5 വരും. അടുത്തത് x3 എടുക്കുകയാണെങ്കിൽ x3 + x4. ഇതാണ് ഇതിലത്തെ 4 ജോഡികൾ വരിക. ഇതിൽ നമുക്ക് ആകെ 3 ജോഡികളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. പക്ഷെ വലുതൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? എത്ര ഉള്ളൂ മനസ്സിലാക്കണം മക്കളെ? എപ്പോഴും ഫസ്റ്റ് ജോഡി നമുക്ക് അറിയണം.
എപ്പോഴും ആദ്യത്തെ ജോഡി എപ്പോഴാണ് ഒന്നാമത്തെ അവസാനത്തെ ആക്കാരം. അപ്പോൾ ഈ ഒന്നാമത്തെ ആറാമത്തെ ഒരു ജോഡി എല്ലാ മക്കൾക്കും അറിയില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള ജോഡികൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയാം. ഈ 1 6 ഒന്ന് കൂട്ടുക, 1 6 കൂട്ടിയാൽ 7 അല്ലേ. ഇനി 2 5 കൂട്ടുമ്പോൾ 7 കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പേരാക്കാരം. 3 4 കിട്ടുമ്പോൾ 7 കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പേരാക്കാരം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ കുറേ ഇല്ലാതൊക്കെ നമുക്ക് അറിയാൻ എന്ത് ചെയ്താൽ മതി, ആദ്യം ഫസ്റ്റത്തെ ലാസ്റ്റും ജോഡി തമ്മിലൊന്ന് കൂട്ടുക. പിന്നെ ബാക്കി തരുന്നതൊക്കെ ജോഡികളാണ് അറിയാൻ. അത് തമ്മിൽ കൂട്ടുമ്പോൾ ഈ സെയിം സമ്മ് 1 6 കൂട്ടുമ്പോൾ 7 കിട്ടുന്നുണ്ടെങ്കിൽ 2 5 കൂട്ടുമ്പോൾ 7 കിട്ടിയത് ഇതൊരു പേരാണ്, ജോഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x2 + x5 ചോദിച്ചാൽ ഇതൊക്കെ ഒരു ജോഡിയാണ് എങ്ങനെ മനസ്സിലാക്കുക? ചേട്ടാ 1 6 കൂട്ടുമ്പോൾ 7 കിട്ടുന്നുണ്ട്, 2 5 കൂട്ടുമ്പോൾ 7 കിട്ടിയത് ഇത് പേരാണ്. അപ്പോൾ എല്ലാ പേഴ്സിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ അടുത്ത കൺസെപ്റ്റ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ എല്ലാ ജോഡികളെ തുക എത്രയാക്കാരം മക്കളെ? തുല്യമായിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാക്കാരം? 30 ആക്കാനും വരിക. അങ്ങനെ നമ്മളോട് തന്നത് നോക്ക്. 3-ാം പദം 12 ആണെങ്കിൽ 4-ാം പദം എത്രയാണ്? ഇത് തമ്മിൽ എന്താ മക്കളെ ബന്ധം? നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ഒന്നുമില്ല. ഇതിങ്ങനെ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയണം 3 4 ഇതൊക്കെ ഒരു ജോഡിയല്ലേ. അപ്പം x3 x4 കൂട്ടിയാലും നമുക്ക് 30 കിട്ടൂല മക്കളെ. എല്ലാ ജോഡികളുടെ തുകയും തുല്യമായിരിക്കും. ഒരു ജോഡി പറഞ്ഞാൽ എല്ലാ ജോഡികളുടെ തുകയും തുല്യമായിരിക്കും. അപ്പം നമുക്കിവിടെ x4 തന്നിട്ടുണ്ട്. അപ്പം x3 + x4 x3 അല്ലേ തന്നിക്കണേ മക്കളെ? നമുക്ക് x3 12 തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 12 + x4 = നമുക്ക് 30 എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ 4-ാം പദം എന്താ വരിക മക്കളെ? ഇവിടെ 30 ഉണ്ട്, +12 അങ്ങോട്ട് പോകുമ്പോൾ -12 = നമുക്ക് 18 ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ സെറ്റായി പഠിക്കണം മക്കളെ. സം ഓഫ് വൺ പെയർ കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സ്, തുക ബൈ ജോഡികളുടെ എണ്ണം. അങ്ങനെയാണ് മക്കളെ നമുക്കിനി നമ്മളെ 3rd ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതം എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, എന്തൊക്കെ നമ്മൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റായി പഠിക്കുക. അങ്ങനെയാണ് മക്കളെ നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റാണ് ആൽജിബ്രായിക് ഫോം, ബീജഗണിത രൂപം. എന്താ മക്കളെ നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ്? ആൽജിബ്രായിക് ഫോം, ബീജഗണിത രൂപം. എന്താ ബീജഗണിത രൂപം കാണാൻ ഇക്വേഷൻ? xn = dn + f - t. എന്താണ്? xn = dn + f - t. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദി ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 10 14 18 എക്സെട്ര 10 14 18 എക്സെട്ര പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോം, ബീജഗണിത രൂപം കാണാൻ പറയാണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കുക. xn = dn + f - d എന്നാണ്. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതിക്കുക. ഇവിടെ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് 14 10 കുറച്ച 4. ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ്? 10 എന്ന് വരും. ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ആൽജിബ്രായിക് ഫോം ബീജഗണിത രൂപം എഴുതുമ്പോൾ എന്നിന് വാല്യൂ കൊടുക്കരുത്, എന്നെ അതേപോലെ വെക്കുക. അങ്ങനെയാണ് മക്കൾ ഡി എത്രയാണ്? 4 അല്ലേ? 4 എന്നിന് വാല്യൂ കൊടുക്കണ്ട. 4n + ഫസ്റ്റ് ടേം 10 - 4 എന്ന് വരും. ഈ സിഗൽ എന്താ വരും മക്കളെ? 4n + 10 - 4 പറഞ്ഞാൽ നമുക്ക് 6 എന്ന് അറിയാം. എത്ര അറിയാം മക്കളെ? നമുക്ക് 6 എന്ന് അറിയാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4n + 6 എന്ന് കിട്ടി. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയാണ്? 4n + 6 എന്ന് വരും. സെറ്റാണോ അവിടെ മക്കളെ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കൺസെപ്റ്റ് പറഞ്ഞത് നമുക്ക് സമ്മ്, തുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഈവൻ നമ്പർ ഓഫ് ടേംസിൻ്റെ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം കാണാൻ ഇക്വേഷൻസിന്. ഇത് ഏത് ആയിക്കോട്ടെ, ഓഡ് ഈവൻ ഏത് ചോദിച്ചാലും നമുക്ക് കാണാൻ ഇക്വേഷൻ ആണ്. Sn = n/2 × x1 + xn. അതായത് ഇതിൽ n പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീക്വൻസ്, പദങ്ങളുടെ എണ്ണം. x1 പറഞ്ഞ ഫസ്റ്റ് ടേം, xn പറഞ്ഞ ലാസ്റ്റ് ടേം, ആദ്യ പദവും അവസാന പദം. നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 6 10 14 എക്സെട്ര 6 10 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമുക്ക് ആദ്യ ഇക്വേഷൻ ഇതെന്താണ്? Sn = n/2 × x1 + xn ആണ്. ഇനി നമ്മളുടെ 20 പദങ്ങളുടെ തുകയല്ലേ കാണാൻ പറഞ്ഞാൽ, അപ്പോൾ എന്നിനൊക്കെ 20 ഇട്ട് കൊടുക്കുക. അപ്പോൾ S20 പറഞ്ഞാൽ 20/2 × x1 + x20. എന്നിന് എല്ലായിടത്തും 20 ഇട്ട് കൊടുക്കുക. എന്നി കാണുന്നിടത്തൊക്കെ 20 ഇട്ട് കൊടുക്കുക. 20 പദങ്ങളുടെ തുകയല്ലേ. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിൽ കണ്ടുപിടിക്കുക. നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം എത്ര മക്കളെ? ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് തന്നിക്കുന്നു 6 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 20ാമത്തെ ടേം കണ്ടുപിടിക്കണ്ടേ? 20ാം പദം കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എങ്ങനെ പഠിച്ചത് 20ാം പദം കണ്ടുപിടിക്കാൻ? ആദ്യ പദത്തിന്റെ കൂടെ 19 പൊതു വ്യത്യാസം കൂട്ടുക. അപ്പോൾ നമുക്ക് ആദ്യ പദം ഇവിടെ 6 എന്ന് അറിയാം. 6 + 19 × പൊതു വ്യത്യാസം എത്ര മക്കളെ? ഇവിടെ പൊതു വ്യത്യാസം 10 - 6 പറഞ്ഞാൽ 4 എന്ന് വരും. = 6 + 19 × 4 പറഞ്ഞാൽ 10 × 4 40ഉം 36ഉം 76 എന്ന് വരും. = നമുക്ക് എത്ര കിട്ടും? 82 എന്ന് ആൻസർ കിട്ടും. 76 + 6 = 82. ഇനി നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 20/2 പറഞ്ഞാൽ നമുക്ക് 10 അറിയാം. പ്ലസ് x1 എത്രയാണ്? 6 പ്ലസ് xn പറഞ്ഞാൽ 82. = നമുക്ക് എത്ര കിട്ടും? 10 × 6 + 82 88 = 880 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും മക്കളെ? നമുക്ക് 880. ഈ രീതിയിൽ വേണം നമ്മൾ സമ്മ് തുക കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അടുത്തത് മക്കളെ നമ്മുടെ ടോപ്പിക് പറഞ്ഞാൽ
ജനറൽ ഫോം ഓഫ് എക്സ് എൻ നമുക്ക് ബീജഗണിത രൂപം ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം പറഞ്ഞിട്ട് എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി പറഞ്ഞ ഫോമിൽ തരും. അതായത് ഒരു സീക്വൻസിന്റെ ആൽജിബ്ര എക്സ്പ്രഷൻ ബീജഗണിത രൂപം എന്ന് പറഞ്ഞിട്ട് തരും. അങ്ങനെ തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ എന്നിന്റെ കൂടെ ഏതാ നമ്പർ അതായിരിക്കും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. ഫസ്റ്റ് ടേം കാണാൻ എയും ബിയും കൂട്ടുക. അപ്പോൾ എ എൻ പ്ലസ് ബി ആണ് ഫോമിലാണ് നമുക്ക് ആൽജിബ്ര എക്സ്പ്രഷൻ തരിക. അങ്ങനെയാണ് മക്കളെ എക്സ് എൻ ഈക്വൽ ടു 3n + 2 തന്നിട്ടില്ലേ. ആദ്യം ഇവിടെ എ എത്രയെന്ന് എഴുതിക്കുക. എ ഇവിടെ 3 ആണ്, ബി ഇവിടെ 2 ആണ്. ഇതൊക്കെയാണ് നിങ്ങൾ എ 3ഉം ബി 2ഉം എൻ പ്ലസ് ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യേണ്ടത്? എന്നിൻ്റെ കൂടെ ഏതാ നമ്പർ 3 ആണ്, അതെൻ്റെ എഴുതി വെച്ചാൽ മതി. ഇനി ആദ്യ പദം കാണാൻ എന്താ ചെയ്യേണ്ടത്? എ പ്ലസ് ബി കൂട്ടുക. എ എത്രയാണ്? 3 പ്ലസ് ബി എത്രയാണ്? 2 ഈക്വൽ എത്ര വരും? 5 എന്ന് വരും. ഇത്ര ചെയ്താൽ മതി, നമുക്ക് 2 മാർക്കാണ്. അതേപോലെ മക്കളെ എക്സിന് ഈക്വൽ 5n - 3 തരികയാണ്. ആദ്യം നമ്മൾ എ എത്രയാണ് ബി എത്രയെന്ന് എഴുതിക്കുക. എ ഇവിടെ 5 ആണ്, ബി സൈഡ് 3 അല്ലേ. അല്ല മക്കളെ, മൈനസ് ഉണ്ട്, മൈനസ് അവിടെ നോക്കണം. അപ്പം എന്ത് വരും? -3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം പറഞ്ഞാൽ എന്നിൻ്റെ കൂടെ അല്ലേ നമ്പർ 5. ആദ്യ പദം പറഞ്ഞ മക്കൾ എല്ലാ മക്കളും തെറ്റിക്കൽ. ഇവിടെ 5n - 3 അത് എന്ത് ചെയ്തും? നിങ്ങൾ 5 + 3 = 8 എന്ന് എഴുതും. ഇവിടെ സൈന് നോക്കണം, ബീൻ്റെ സൈന് -3 ആണ്. അപ്പം എന്താ വരിക? 5 + -3 = 5 - 3 പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യ പദം എത്ര വരിക? 2 വരിക. ഈ രീതിയിൽ വേണം നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ്റെ ജനറൽ ഫോം തന്നാൽ ചെയ്യേണ്ട കാര്യം മക്കളെ. അങ്ങനെയാണെങ്കിൽ അതേപോലെ ജനറൽ ഫോം ഓഫ് എസ് എൻ തുകയുടെ പൊതുവായ രൂപം തരും. എന്താണ്? pn² + qn. ഏത് ഫോമിലായിരിക്കും? pn² + qn പറഞ്ഞ ഫോമിലാക്കാൻ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് pn² + qn. അതായത് ഏതോ നമ്പേഴ്സ് പിൻ്റെ ക്യൂൻ്റെ അവിടെ ഏത് നമ്പേഴ്സും ആവാം. ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യേണ്ടത്? 2p. പിൻ്റെ n² കൂടുതൽ നമ്പറാണ് പി, അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ആദ്യ പദം കാണാൻ പിയും ക്യൂയും കൂട്ടുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. Sn = 4n² + 3n ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ പി എത്ര ക്യൂ എത്ര എന്നൊന്ന് എഴുതി വെച്ചാൽ മക്കളെ. ഇവിടെ പി പറഞ്ഞ n² കൂടെ നമ്പർ 4, ക്യൂ പറഞ്ഞ എന്നിൻ്റെ കൂടെ നമ്പർ 3. ഇനി ആദ്യം നമ്മളോട് ചോദിക്കുക പൊതുവ്യത്യാസം എത്രയാണ്. എന്താ ചെയ്യേണ്ടത്? 2p ചെയ്യുക. അതായത് 2 × പി എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 4 ആണ്. ഈസിക്കലി നമുക്ക് എത്ര കിട്ടും? 8 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് ആദ്യ പദം കാണാനോ? അടുത്ത നമ്മളോട് ചോദിക്കുക ഫസ്റ്റ് ടേം ആദ്യ പദം കാണാൻ പിയും ക്യൂയും കൂട്ടുക. അപ്പോൾ പി നമുക്ക് 4 എന്ന് അറിയാം, ക്യൂ നമുക്ക് 3 ഈസിക്കലി എത്ര കിട്ടും? 7 കിട്ടും. ഈ രീതിയിലാണ് ചെയ്യാൻ. അടുത്ത നമുക്ക് Sn = 6n² - 2n എന്നിട്ടുണ്ട്. അങ്ങനെയാണ് മക്കളെ നിങ്ങൾ പി എത്ര ക്യൂ എത്ര എന്നൊന്ന് പറഞ്ഞാൽ ഇവിടെ പി പറഞ്ഞ n² കൂടെ നമ്പർ 6 ആണ്, ക്യൂ പറഞ്ഞ എന്നിൻ്റെ കൂടെ നമ്പർ -2 ആണ്. ഇവിടെ എൻ്റെ മക്കളെ തെറ്റിക്കും. +2 അല്ല, എന്താണ്? -2 ആണ്. അങ്ങനെയാണ് നമ്മളോട് ആദ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? 2p അല്ലേ. അതായത് 2 × പി എത്ര മക്കളെ? 6 ഈസിക്കലി എത്ര വരും? 12 എന്ന് കിട്ടും. ഇനി നമ്മളോട് ആദ്യപദം കാണാൻ പറയാണ്. ആദ്യപദം കാണാൻ p + q അല്ലേ. അപ്പോൾ 6 + 2 8 എന്ന് എഴുതിയത് എന്താ മക്കളെ? 6 + -2 ആണ്. അപ്പോൾ 6 - 2 പ്ലസ് മൈനസ് ഒപ്പം വന്നാൽ മൈനസ് ആവും. 6 - 2 ഈസിക്കലി എത്ര വരും? 4 എന്ന് ആൻസർ വരും. ഈ ഒരു ലെവലിൽ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയണം മക്കളെ. ഇത് കൂടി പഠിച്ച ഈ ഒരു ഇത്ര ടൈം കൊണ്ട് നമ്മൾ വേഗം ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും മക്കളെ. ഞാൻ ഒരു ചെറിയ ടൈം കൊണ്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സിൽ ആവശ്യമായ എല്ലാ കാര്യവും ഞാൻ പഠിപ്പിച്ചാൽ കൂടെ ഇതെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കണം മക്കളെ. ഒന്നും പഠിക്കാതെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ബേസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് പഠിച്ച ശേഷം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് തന്നെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.